അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സമയം എത്താനായിരിക്കുകയാണ്. നമ്മൾ 10th SSLCൻ്റെ റിസൾട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കാണുമ്പോഴത്തേക്കും റിസൾട്ട്സ് വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഞാൻ എഴുതിയത്, സയൻസ് ആഫ്റ്റർ SSLC. ഓക്കെ, നമുക്ക് സയൻസ് എടുത്താൽ എന്തായിരിക്കും കഥ എന്നും നമുക്ക് എന്തൊക്കെ ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മളിതാ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഒരു പോപ്പപ്പ് വരും. അവിടെ ക്ലിക്ക് ചെയ്താൽ സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, അതിൻ്റെ വ്യത്യാസങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതിവിടെ ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ അലക്സാർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള സ്കൂളിലെ ഓരോ സബ്ജക്റ്റ് കോമ്പിനേഷൻസിൽ ഏതെടുക്കണം, ഏതൊക്കെ കിട്ടുന്നു കണ്ടുപിടിക്കാനുള്ളത്. അത് രണ്ടും കാണാം, അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത് ഈ വീഡിയോയിൽ, സയൻസ് ആഫ്റ്റർ SSLC. നിങ്ങൾക്കറിയാലോ കുറേ ആൾക്കാർ സയൻസ് എടുക്കുന്നത്, എല്ലാവരും സയൻസ് എടുക്കുന്ന വീട്ടുകാരും പറയുന്ന സയൻസ് എടുക്കാൻ എന്തൊരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് അതിനെപ്പറ്റി പറയാം, പിന്നെ എൻ്റെ കഥയും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ചെറിയൊരു മോട്ടിവേഷനും കിട്ടും. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് എടുക്കേണ്ടത്, നിങ്ങൾക്ക് സയൻസ് കഴിഞ്ഞിട്ട് ഏത് കോളേജിലാണ് പോകേണ്ടത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ വീഡിയോസ് എടുത്തു തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് പ്രൊഫഷൻ എടുക്കണം, എന്താണ് ആവേണ്ട ഭാവിയിൽ നിന്നും, പിന്നെ ഏത് കോളേജിൽ പോകണം എന്നൊക്കെ കമൻറ്റ് ചെയ്യാം. നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് എടുത്തു തരും. നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് നമ്മളുണ്ട്. ഓക്കെ, അപ്പോൾ സയൻസ് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ എന്താ വരിക? കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് സാറേ, ബയോ സയൻസ് ഉണ്ട്, അത് രണ്ടുമല്ലേ വരിക. അപ്പോൾ എന്താ എല്ലാവരും വിചാരം സയൻസ് എടുത്താൽ ആകെ 2 ഓപ്ഷൻ ഉള്ളൂ എന്നാണ്. നമ്മളെന്താ പഠിക്കുന്നത്? നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കണം എന്നാണ്. ഇവിടെ ഒരു ഹാക്കർ ഇരിക്കുന്നുണ്ട്. ഹാക്കർ ഇരിക്കുന്ന പോലെയാണോ നമ്മൾ കമ്പ്യൂട്ടർ പഠിച്ചാൽ? അപ്പോൾ +1 +2 പഠിക്കുമ്പോൾ എല്ലാവരും വിചാരം എന്താ, കമ്പ്യൂട്ടർ എടുത്താൽ ഭയങ്കര കോഡിങ് ആയിരിക്കും സാർ, ഭയങ്കര കമ്പ്യൂട്ടറിന് മുമ്പിലായിരിക്കും ഫുൾ ടൈം. അങ്ങനെ ഒന്നുമല്ല. ഞാൻ അതിനെ പറ്റിയിട്ട് വേറെ കഥകളൊക്കെ പറഞ്ഞുതരാം. പിന്നെ നമ്മളെന്താ ബയോമാക്സ് എടുത്ത് ഡോക്ടർ ആവണമെന്നുണ്ടോ? എവിടെ? ബയോമാക്സ് എടുത്ത ഡോക്ടർ മാത്രമേ, നമുക്ക് എന്തും ആവാം. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവണമെന്നുണ്ടോ കമ്പ്യൂട്ടർ എടുത്താൽ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ഉള്ള മിത്തുകളൊക്കെ നമുക്ക് ഒഴിവാക്കണം. ഓക്കെ, സയൻസ് എന്ന് പഠിച്ചാൽ നമുക്ക് കുറേ കോമ്പിനേഷൻസ് ഉണ്ട്. ഓക്കെ, സയൻസിൽ ബയോമാക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ബയോലീഗൽ ഉണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും 2 പോപ്പുലറായ സംഭവമാണ് ബയോമാക്സും കമ്പ്യൂട്ടർ സയൻസും. ചിലർ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എന്നൊക്കെ വിളിക്കും. അപ്പോൾ അതിനെ പറ്റി എന്താ പറയണ്ടേ? നമുക്ക് ബയോ സയൻസിലും കമ്പ്യൂട്ടർ സയൻസിലും ആകെ ഒരു സബ്ജക്റ്റ് വ്യത്യാസമുള്ളൂ. കമ്പ്യൂട്ടർ സയൻസിൽ കമ്പ്യൂട്ടറാണ് ആദ്യം വരിക. കമ്പ്യൂട്ടർ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. എന്താ ഞാൻ എഴുതി തരാം. CS, PCM എന്നൊക്കെ ഇനി നിങ്ങൾ കുറേ കേൾക്കാൻ പോകുന്നത്, അത് ഓർത്ത് വെച്ചോ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. നിങ്ങളുടെ എഞ്ചിനീയറിംഗ് എക്സാമോ മറ്റേ എക്സാം എല്ലാവരും PCM എന്നൊക്കെ പറയും. നമ്മൾ പണ്ട് PCM എക്സാമിനൊക്കെ പഠിക്കില്ല കുട്ടികളായിരുന്നപ്പം. ഇതാണ് സംഭവം. നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. പിന്നെന്താ വരുന്നത്? നമുക്ക് ബയോളജി ആയിരുന്നെങ്കിൽ ഇവിടെ ബയോളജി വരും. കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇത് വരും. പിന്നെ PCM. പിന്നെന്താ നമുക്ക് വരുന്നത്? നമുക്കൊരു ഇംഗ്ലീഷ് വരുന്നുണ്ട്, പിന്നെ ഒരു സെക്കൻഡ് ലാംഗ്വേജും വരുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് ലാംഗ്വേജും. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബയോളജി, അത് ഫസ്റ്റ് സബ്ജക്റ്റ്. പിന്നെന്താ 2, 3, 4, 5, പിന്നെ ഒരു 6 സെക്കൻഡ് ലാംഗ്വേജും. ഈ ഓർഡറിൽ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല, എല്ലാ സബ്ജക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇതൊക്കെയാണ് കോർ സബ്ജക്റ്റ് വരിക, പിന്നെ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും. ഓക്കെ, അപ്പോൾ ബയോമാക്സും കമ്പ്യൂട്ടർ സയൻസിൽ ആകെ ഒരു സബ്ജക്റ്റ് വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ തന്നെ അതുകൊണ്ട് ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഭയങ്കര. ഓക്കെ, നോർത്ത് പോളും സൗത്ത് പോളും തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ല, ആകെ ഒരു സബ്ജക്റ്റിന് വ്യത്യാസം. പക്ഷേ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബയോളജി എടുത്താൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഡോക്ടർ ആവാം, നമുക്ക് ബയോളജി പഠിക്കാൻ പോവാം, അല്ലെങ്കിൽ നഴ്സിംഗ്, ഫാർമക്കോളജി, അങ്ങനത്തെ ഫാർമസ്യൂട്ടിക്കൽ ആ സൈഡിലേക്ക് പോവാം, നമ്മൾ മെഡിക്കൽ സൈഡിലേക്ക്. കാരണം നമ്മൾ അതിനു വേണ്ടിയാണ് പഠിക്കുന്നത്. ബയോളജി പഠിച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറ്റുമോ? പറ്റും, പക്ഷെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. പക്ഷേ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ടെക്നിക്കലായ കോഴ്സ് പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറ്റുമോ? പറ്റും. നമ്മുടെ എഞ്ചിനീയറിംഗിൻ്റെ ഉള്ളിലാണ് ശരിക്കും കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഒക്കെ വരുന്നത്. പക്ഷേ ബയോമാക്സ് എടുത്താൽ പറ്റും. പക്ഷേ ചില പ്രത്യേക കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BSc എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ BCA എടുക്കാൻ പറ്റില്ല ബയോമാക്സ് എടുത്താൽ. കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ എന്താ വ്യത്യാസം? നമുക്ക് എന്ത് കോഴ്സ് വേണം എടുക്കാം, പക്ഷേ നമുക്ക് ഡോക്ടർ ആവാനോ അല്ലെങ്കിൽ നേഴ്സ് ആവാനോ നമുക്ക് ബയോളജി +1 നിർബന്ധമുള്ള കോഴ്സ് അല്ലാണ്ട് ലോകത്ത് ഏത് കോഴ്സ് എടുക്കാം. ഓക്കെ, ഇനി ഇത് രണ്ടിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി, എന്തിനാണ് എല്ലാവരും സയൻസ് എടുക്കാൻ പറയുന്നത്? ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ നിങ്ങൾക്ക് കോമേഴ്സുകാർ ചെയ്യുന്നതോ ഹ്യൂമാനിറ്റീസുകാർ ചെയ്യുന്നതോ എല്ലാ കോഴ്സും നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കാം. ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഞാൻ 10th കഴിഞ്ഞിട്ട് കൺഫ്യൂസ്ഡ് ആയിരുന്നു. കൺഫ്യൂഷൻ ഒന്നുമില്ല, എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താ ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ സയൻസ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എനിക്ക് സയൻസ് പഠിച്ചാൽ തീരുള്ളൂ അങ്ങനെയൊന്നുമില്ല. കൊമേഴ്സ് എടുക്കാനോ കൊമേഴ്സിനോട് ഇൻട്രസ്റ്റ് ഒന്നുമില്ല.
എനിക്ക് ഈ ബിസിനസ്സും അതൊക്കെ പറയുമ്പോൾ നല്ല രസമാണല്ലോ. ഭാവിയിൽ ഒരു MBA ഒക്കെ ചെയ്താൽ കൊള്ളാം, അങ്ങനെ അത്ര ഒരു ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടി, സയൻസ് എടുത്താലോ. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു സയൻസ് എടുത്താൽ എനിക്ക് ഭാവിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എന്താ, ഞാൻ സയൻസ് എടുത്തു, എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു സയൻസ് എടുക്കാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല യൂസ്ഫുള്ളായി. കാരണം എന്താ, ഞാൻ +1 +2 പറ്റുന്ന പോലെയൊക്കെ പഠിച്ച് നന്നായി പഠിച്ച് അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു, ഞാൻ ആലോചിച്ച് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി സയൻസ് എനിക്ക് ഭാവിയിൽ പഠിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടാവില്ല എന്ന്. ഓക്കെ, സയൻസ് പഠിച്ച് എനിക്ക് അങ്ങനെ മനസ്സിലായി. അത് കറക്റ്റായി മനസ്സിലായി. കാരണം സയൻസ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? അല്ല, എനിക്ക് മനസ്സിലായി സയൻസ് ഇനി ഭാവിയിലേക്ക് കോളേജിൽ പഠിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷെ എന്താ, +1 +2 പഠിച്ചുകൊണ്ട് നല്ല സന്തോഷമായി. എനിക്ക് നല്ല കുറേ കാര്യങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിലും കമ്പ്യൂട്ടറിലൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കമ്പ്യൂട്ടർ സയൻസിൽ കോഡിങ് പഠിച്ചു. അതോടെ തന്നെ എനിക്ക് ഭാവിയിൽ ഇപ്പോൾ ലൈഫിലുള്ള എന്ത് കോഡിങ്ങും Excel മുതൽ നമുക്ക് ഏതെങ്കിലും സോഫ്റ്റ്വെയർ കോഡിങ് വരെ എല്ലാം സിമ്പിളായി കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചുകൊണ്ട്, പിന്നെ ഫിസിക്സും കെമിസ്ട്രി, മാത്സ് പഠിച്ചുകൊണ്ട് എനിക്ക് അങ്ങനത്തെ നോളജും കിട്ടി. എനിക്ക് അതായിരുന്നു ഇഷ്ടം കൂടുതൽ. ഓക്കെ, പക്ഷേ അതുകൊണ്ട് ഞാൻ കോളേജിൽ അത് എടുത്തോ ഇല്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് കൊമേഴ്സിലേക്ക് ചാടി. ഞാൻ എക്കണോമിക്സ് എടുത്തു കോളേജിൽ. അപ്പോൾ എക്കണോമിക്സ് എടുക്കുമ്പോഴും ഞാൻ എന്താ, സയൻസ് പഠിച്ചിട്ടേ വരുന്നത്. അപ്പം സാറേ ഭയങ്കര ടഫായിരുന്നു എക്കണോമിക്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊമേഴ്സ് അല്ല ആർട്സ് കോഴ്സ് എടുക്കുമ്പോൾ. ഇല്ല, അതാണ് അതിൻ്റെ ബ്യൂട്ടി. നമുക്ക് സയൻസ് എടുത്തിട്ട് എന്തിലേക്കും പോവാം. അപ്പോൾ എഞ്ചിനീയറിംഗ് പോവാം, അല്ലെങ്കിൽ ആർട്സിലേക്ക് പോവാം, അല്ലെങ്കിൽ കൊമേഴ്സിലേക്ക് പോവാം. ഞാൻ കൊമേഴ്സിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്, എനിക്ക് എക്കണോമിക്സ് പഠിക്കുമ്പോൾ സയൻസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. നിങ്ങൾ വിചാരിക്കുക അതെങ്ങനെയാണ്? മാത്സ്, എക്കണോമിക്സിൽ വലിയ സംഭവമാണ് മാത്സ് നല്ല അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഫിസിക്സും എക്കണോമിക്സും തമ്മിലൊരു ഇൻവിസിബിൾ ബോണ്ട് ഉണ്ട്. നമ്മളിപ്പോൾ ഫിസിക്സിൽ ഓരോ കോൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കില്ല, ആറ്റം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുമല്ലോ. അതൊക്കെ എവിടെ അപ്ലിക്കബിൾ ആണ്? നമ്മുടെ എക്കണോമിക്സിലും ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ ഓരോ കോൺസെപ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഫിസിക്സിലെ മാത്സും ആ കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് എന്നെ എക്കണോമിക്സിന് ഹെൽപ്പ് ചെയ്തു. അതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സയൻസിൽ നമ്മൾ കുറേ സംഭവങ്ങൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ ഭാവിയിൽ എല്ലായിടത്തും എവിടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും. അത് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. കാരണം എന്താ, നമ്മൾ കുറേ പഠിക്കുന്നുണ്ട്. നമ്മൾ റിയൽ വേൾഡിനെ പറ്റിയിട്ടും നമുക്ക് കാണാൻ പറ്റാത്ത വേൾഡിനെ പറ്റിയിട്ടൊക്കെ കുറേ പഠിക്കുന്നുണ്ട്. എനിക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ സയൻസ് എടുത്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, സയൻസ് പഠിക്കാൻ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സയൻസ് എടുക്കാം. ഓക്കെ, കോമേഴ്സ് എടുത്തു കഴിയുന്നതിൻ്റെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് പിന്നെ സയൻസിലേക്കോ അല്ലെങ്കിൽ വേറൊരു ഫീൽഡിലേക്ക് പോകുന്നില്ല. കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്ക് നമ്മൾ സ്ട്രിക്റ്റായി പോയി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അല്ല നമ്മുടെ സയൻസിലെ ഫീൽഡ് കുറേ 1000 കണക്കിനുണ്ട്. നിങ്ങൾ കാണുന്ന എഞ്ചിനീയേഴ്സ് മുതൽ ആർട്ടിഫിഷ്യൽ എഞ്ചിനീയേഴ്സും ഡേറ്റ അനലിസ്റ്റും ചിലപ്പോൾ നിങ്ങളുടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ചേട്ടനൊക്കെ സയൻസ് എടുത്തവരായിരിക്കും. വലിയ CEOs വരെ സയൻസ്. ഇപ്പോൾ സുന്ദർ പിച്ചായി ബിടെക് എടുത്തത് IIT ഖരഗ്പൂർന്ന്. പക്ഷേ CEO ആണ്. മൈക്രോസോഫ്റ്റിൻ്റെയും ഇവരുടെയൊക്കെ ഗൂഗിളിൻ്റെ ഒക്കെ CEOs ഒക്കെ ചിലപ്പോൾ സയൻസ് എടുത്തവരായിരിക്കും. അല്ലാണ്ട് നമ്മൾ മാനേജ്മെൻറ്റ് ബിസിനസ് മാത്രം പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കെന്താ മനസ്സിലായേ, ലോകത്ത് എല്ലായിടത്തും സയൻസ് എടുത്തവരുണ്ട്. അപ്പോൾ അവർക്കെന്താ സയൻസിൻ്റെ അഡ്വാൻറ്റേജും ഉണ്ട്. നമുക്കെന്താ എപ്പോഴും ഏത് ഫീൽഡിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് എല്ലാവരും സയൻസ് എടുക്കാൻ പറയുന്നത് ബേസിക്കലി. അപ്പോൾ ബയോമാക്സും കമ്പ്യൂട്ടർ സയൻസിനും വ്യത്യാസം മനസ്സിലായല്ലോ. ഒരേ ഒരു സബ്ജക്റ്റിന് വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എക്സാമിനറിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയില്ലേ. എക്സാമിനറിലെ ബാച്ചസ് ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ്. നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ അങ്ങനത്തെ കുറേ ബാച്ചസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ മേജർ കുറേ ചാപ്റ്റേഴ്സ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ടുണ്ട് അവരുടെ മെൻറ്റി ക്വിസ് ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൻ്റെയും 3-4 ചാപ്റ്റേഴ്സും 4 ചാപ്റ്റേഴ്സ് ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ ബാച്ച് വാർ ഉണ്ട്, അവരുടെ റിവിഷൻ, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ കഴിയുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ യൂട്യൂബിൽ സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആൽഫ ബീറ്റ ഓൾറെഡി 3-4 ചാപ്റ്റേഴ്സ് ഒക്കെ കഴിയാനായി. ഡെൽറ്റ ഗാമ ഫസ്റ്റ് 2-3 ചാപ്റ്റേഴ്സ് കഴിയാനായി. ഇനിയും ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ഓർത്തിട്ട് എക്സാമിനറിൽ ജോയിൻ ചെയ്യാനുള്ളവരൊന്നും പേടിക്കണ്ട. നമ്മളിനി ജോയിൻ ചെയ്യുമ്പോൾ സിഗ്മ, ഒമേഗ അങ്ങനത്തെ കുറേ ബാച്ചസ് ഇനിയും ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്കറിയാം കുറേ ആൾക്ക് റിസൾട്ടിന് വെയിറ്റ് ചെയ്യായിരിക്കും. ചിലവരെന്താ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തീരുമാനിക്കാനിരിക്കുന്നവരുണ്ടാവും. അവരൊന്നും പേടിക്കണ്ട. അവർക്കൊക്കെ ഇനിയും ജോയിൻ ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് മുതൽ ഒന്നുകൂടി തുടങ്ങും. ഓക്കെ, ഓവർ ലേറ്റ് ആക്കണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്താ, നമ്മുടെ എല്ലാവരും വാല്യൂബിൾ ടൈമാണ്. നമുക്ക് സിമ്പിളായി പഠിച്ച് തുടങ്ങാൻ പറ്റുന്ന ദിവസങ്ങളത്. എനിക്കറിയാം വെക്കേഷനാണ്, പക്ഷെ എന്താ ഇവരൊക്കെ ഇവിടെ എത്തിയില്ലേ. അപ്പോൾ ഇവർക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാകും. പഠിച്ച് പെട്ടെന്ന് തീരും. അവസാനം എക്സാമിന് നല്ല സിമ്പിളാവും. വളരെ സിമ്പിളായിട്ട് മാർക്ക് മേടിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇനി ജോയിൻ ചെയ്യാനുള്ളവർ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള വാട്സാപ്പ് നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ ഈ വാട്സാപ്പ് നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ ബാച്ചസ് തുടങ്ങിയതിന് ശേഷം നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ തുടങ്ങുമ്പോൾ നമ്മുടെ സ്റ്റാർട്ട് മുതൽ ഒന്നും കൂടിയേ തുടങ്ങാം. ഓക്കെ,
ഒന്നും പേടിക്കേണ്ട. ആദ്യം മുതലേ നമ്മൾ ഒന്നുകൂടി പഠിപ്പിച്ചു തുടങ്ങും. ഇവരിവിടെ എത്തിയെന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട. എല്ലാ ബാച്ചസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്രോപ്പർ കെയർ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ കോൺടാക്ട് ചെയ്തോ. നിങ്ങൾ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ തുടങ്ങിയോ, കാരണം അഡ്മിഷൻസ് ഒക്കെ ടൈറ്റ് ആയിട്ടുണ്ടാവും. റിസൾട്ട് വരുന്നതിന് മുമ്പാണ് നിങ്ങൾ കാണുന്നെങ്കിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്ത് എല്ലാം അറിഞ്ഞു വെച്ചോ. ഓക്കെ, റെഡി ആയിരുന്നോ? ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? നമുക്ക് ബയോസയൻസ് എടുത്താൽ, മേജറായിട്ട് ബയോസയൻസ് എടുത്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാമെന്ന് ഇതിനുവേണ്ടി ഞാൻ സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലൊന്ന് റഫായിട്ട് പറഞ്ഞുതരാം. നമുക്കെന്താ MBBS ഡോക്ടർ ആവാം, നമുക്ക് MBBS ആവാം. പിന്നെന്താ വരുന്നത്, നമുക്ക് ഡോക്ടർ എന്ന് പറഞ്ഞാൽ MBBS ആട്ടോ. അറിയാത്തവർ നമ്മുടെ നിക്കേത് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിക്കലേഴ്സ് ബാക്യുലോറിയസ് സിനർജി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എന്തോ സംഭവമാണ് MBBS. പക്ഷേ ഡോക്ടർ ആവാനുള്ള സംഭവമാണ്. ഡോക്ടർ ആവാം. പിന്നെ നഴ്സിംഗ് ചെയ്യാം. ഫാർമസി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ഷോപ്പ് മാത്രമാണോ? ഇല്ല, അതിൽ മരുന്ന് ഉണ്ടാക്കുന്നത് മുതൽ നമ്മുടെ ഓരോ മൈക്രോ ബയോളജിസ്റ്റ് പോലെ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഫാർമസിയിലൊക്കെ ഫാർമഡി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോഴ്സസ് ഒക്കെ ഉണ്ട്. പിന്നെ BHMS, പിന്നെന്താ വരുന്നത് BSc ബോട്ടണി, സുവോളജി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, മൈക്രോ ബയോളജി എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ BScയിലും കുറേ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എടുക്കാം. അതല്ലാണ്ട് എന്താ, നമുക്ക് ബോട്ടണി, ബയോളജി, സുവോളജിയിലൊക്കെ എന്ത് ഹയർ ഫീൽഡ്സിലേക്കും പോവാം. പിന്നെന്താ, എഞ്ചിനീയറിംഗ് ചെയ്യാം, ആർക്കിടെക്ചർ ചെയ്യാം, ഡിസൈൻ ചെയ്യാം, നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നമ്മുടെ NDAM ചെയ്യാം. ഓക്കെ, അതൊക്കെ ചെയ്യാം. എന്ത് ചെയ്താൽ, ബയോസയൻസ് ചെയ്താൽ ഒരു പ്രശ്നമില്ല. നമുക്ക് PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇതിലും വരുന്നുണ്ടല്ലോ. അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഇനി എന്താ, കൊമേഴ്സിലെ കോഴ്സും ചെയ്യാം, ഹ്യൂമാനിറ്റീസും ചെയ്യാം. കൊമേഴ്സിൽ നിങ്ങളുടെ ഏത് ഫ്രണ്ട് ഏത് കോഴ്സ് ചെയ്യുകയാണെങ്കിലും നമുക്കും അത് ചെയ്യാം. ഹ്യൂമാനിറ്റീസിൽ നമ്മൾ ഏത് ഫ്രണ്ട് ഏത് കോഴ്സ് ചെയ്യുകയാണെങ്കിലും നമുക്കും അത് ചെയ്യാം. ബയോസയൻസ് എടുത്താൽ അതാണ് അതിൻ്റെ രസം. ആകെ ചെയ്യാൻ പറ്റാത്തത് എന്താ, കമ്പ്യൂട്ടർ സയൻസിലെ കുറച്ച് പ്രത്യേക കോഴ്സ്, BSc കമ്പ്യൂട്ടർ സയൻസ്, അത് പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ BCA ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അത് പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ബാക്കിയുള്ള എന്തും ചെയ്യാൻ പറ്റും. നമുക്ക് എഞ്ചിനീയറിംഗ് വരെ പോകും. എഞ്ചിനീയറിംഗിലുള്ള കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ എന്തൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞത്, ഇത് നമുക്ക് നോക്കാം. നമ്മൾ നോക്കിയാൽ കാണാം, BTech എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ BTech. ഓക്കെ, ബാച്ചിലർ ഓഫ് ടെക്നോളജി. ഓക്കെ, ബാച്ചിലർ ഇൻ ടെക്നോളജി. ഇനി എന്താ, ആർക്കിടെക്ചർ പ്ലസ് ഡിസൈൻ, BArch, അല്ലെങ്കിൽ നമുക്ക് NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലൊക്കെ പോയിട്ട് നമുക്ക് എന്താ ഡിസൈൻ പഠിക്കാം. ഡിസൈനിന് വേണ്ടിയിട്ട് കുറേ ഉണ്ട്. പിന്നെന്താ, ഫാഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സസും ഉണ്ട്. പിന്നെന്താ, NDA ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് ആർമി അല്ലെങ്കിൽ BSc ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ് കോഴ്സും ഹ്യൂമാനിറ്റീസ് കോഴ്സും എടുക്കാം. ഇങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ നമ്മൾ ഇതെടുത്താൽ ബയോസയൻസ് എടുത്താൽ. ഓക്കെ, ഇനി നമുക്ക് എന്താ, ഈ കൊമേഴ്സ് ഈസി. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കഴിഞ്ഞ് ഇത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, കൊമേഴ്സ് ഈസിയാണ്. എന്താണ് എല്ലാവരും കൊമേഴ്സ് എടുക്കാൻ പറയുന്നത്, സയൻസ് പഠിക്കാൻ പറ്റുമോ സാർ എന്നൊക്കെയാണ് ഡൗട്ട്. കൊമേഴ്സ് ഈസി ഒന്നുമല്ല, കൊമേഴ്സ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, കൊമേഴ്സ് കുറേ തിയററ്റിക്കലും കുറേ വായിച്ച് പഠിക്കാനും കുറേ കാര്യങ്ങൾ അങ്ങനെ പഠിക്കാനുണ്ട്. പക്ഷെ വളരെ സിമ്പിളാണോ? ഇല്ല, നമുക്ക് അക്കൗണ്ടൻസി മാത്സ് പോലെ തന്നെ ടഫാണ്. മാത്സിൽ പോലെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ എഴുതി ഫോർമുലയൊക്കെ പഠിച്ച് നമുക്ക് കുറേ അക്കൗണ്ടിങ് ഒക്കെ ചെയ്യാനുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എക്കണോമിക്സ് കുറേ വായിക്കേണ്ടി വരും, ബിസിനസ് സ്റ്റഡീസിലും കുറേ വായിച്ച് പഠിക്കേണ്ടി വരും. അപ്പോൾ അത് പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് സിമ്പിളായിരിക്കും, പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ടഫായിരിക്കും. അപ്പോൾ സയൻസ് ഇഷ്ടമാണെങ്കിൽ, സയൻസിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിലായിരിക്കും നമുക്ക് വിജയം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് എടുക്കാം. നമുക്ക് സയൻസ് ഇഷ്ടമുണ്ടെങ്കിൽ കൊമേഴ്സ് എടുത്താൽ കൊടുക്കും. ഞാൻ ഗ്യാരണ്ടി, ഞാൻ +1 +2 കൊമേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യായിരുന്നു. ഞാൻ നിങ്ങളുടെ ബുക്ക് കണ്ടിട്ടുണ്ട് കൊമേഴ്സിലെ, എനിക്കത് ഇഷ്ടമാവില്ലായിരുന്നു. പക്ഷേ ഞാൻ സയൻസ് പഠിച്ചു, +1 +2 എനിക്ക് സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് കൊമേഴ്സിലേക്ക് അല്ലെങ്കിൽ എക്കണോമിക്സ് എടുക്കുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് സന്തോഷം, ഒരു പ്രശ്നമില്ല. എനിക്ക് അത് തന്നെയായിരുന്നു വേണ്ടത്. എനിക്ക് ആ ഇൻഫർമേഷൻ ഭയങ്കര ഇഷ്ടമായി, ആ കിട്ടിയത് അങ്ങനെ തന്നെ. അതുപോലെ തന്നെ കൊമേഴ്സ് ഇഷ്ടമുള്ളത് അത് എടുക്കുക. നിങ്ങൾക്ക് അതാണ് പറ്റുമെങ്കിൽ, അത് മതിയെങ്കിൽ നിങ്ങൾ അതെടുക്കുക. പക്ഷേ സയൻസ് ഇഷ്ടമുണ്ടെങ്കിൽ സയൻസ് തന്നെ എടുക്കുക. ഓക്കെ, അതിൻ്റെ വേറെ തന്നെ രസമുണ്ട്, കുറേ കാര്യങ്ങൾ, കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ അക്കൗണ്ടൻസിയിൽ ചാപ്റ്റേഴ്സ് തന്നെ കണ്ടു നോക്കുക. നിങ്ങളിതാ കുറേ സംഭവങ്ങളുണ്ട് പഠിക്കാൻ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വെറുതെ സാർ ഒരു കമ്പനീൻ്റെ പ്രോഫിറ്റും നെഗറ്റീവും മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞോ? ഇല്ല, അതിൽ കുറേ റൂൾസും കുറേ കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഇനി എക്കണോമിക്സ് ആണെങ്കിൽ കണ്ടോ, ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഇന്ത്യൻ എക്കോണമി, നിങ്ങൾ ഇന്ത്യൻ്റെ ഹിസ്റ്ററി പോലെ കുറേ കാര്യങ്ങളും പഠിക്കണം. അതിലുള്ള എക്കണോമിക് കോൺസെപ്റ്റ്സും പഠിക്കണം, അത് അപ്ലൈ ചെയ്യണം. +1 കുറച്ച് സിമ്പിളാന്ന് വെക്കാം, +2 കുറച്ചുകൂടി ടഫ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞത്. ഇതൊക്കെ ടോപ്പിക്സ് ആണ്. കുറേ ഹിസ്റ്ററിയും റൂറൽ ഡെവലപ്മെൻറ്റും കുറേ സ്കീമും അതും ഇതൊക്കെ പഠിക്കാനുണ്ട്. അതിൻ്റെ രസമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ അഹെഡ് വിത്ത് കൊമേഴ്സ്, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്കൊരു സംശയമാണ്, നിങ്ങൾക്ക് ഏതെടുക്കണം എന്നറിയില്ല, സയൻസ് പറ്റുന്നു തോന്നുന്നുണ്ടെങ്കിൽ എന്താ, ഡെഫിനറ്റ്ലി സയൻസ് എടുക്കുക. അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ലൈഫിൽ തന്നെ കുറേ കാര്യങ്ങൾ സയൻസ് പഠിച്ചാൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി എന്താ, നമുക്ക് കുറേ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. നിങ്ങളൊന്നും പേടിക്കണം. നിങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടില്ലെങ്കിലും വന്നാലും നമ്മൾ കുറേ വീഡിയോസ്, എക്സാമിനർ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, കുറേ കാര്യങ്ങൾ നമുക്ക് ഇനിയുണ്ട് ലൈഫിൽ ചെയ്യാൻ. എന്താ, നമുക്ക് +1 അഡ്മിഷൻ പോർട്ടലിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. +1 ഏകജാലകം പോർട്ടൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള വീഡിയോസ് ഇറക്കും. നിങ്ങളൊന്നും പേടിക്കാൻ. നിങ്ങൾ എന്ത് വേണമെങ്കിലും A to Z അല്ല എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഇറക്കി തരും.
പിന്നെന്താ കോളേജ് കോഴ്സസ് ആഫ്റ്റർ സയൻസ്. സയൻസ് എടുത്ത് കഴിഞ്ഞിട്ട് എന്ത് കോളേജിൽ അപ്ലൈ ചെയ്യണം, ഏത് ജോലിയൊക്കെ കിട്ടുന്നുള്ള കാര്യങ്ങളും എങ്ങനെ അത് ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞുതരും. നമുക്കെന്താ സയൻസ് എടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞോ? ഇല്ല, നമുക്ക് ഭാവിനെ പറ്റി ഒന്ന് ആലോചിക്കണ്ടേ. അതിനുള്ള സിമ്പിളായിട്ടുള്ള കൗൺസിലിംഗ് സെഷൻസും ഒരു കോഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും. ഓക്കെ, ഇനി എന്താ നമ്മൾ ഓൾറെഡി ചെയ്ത കുറച്ച് വീഡിയോസിനെ കൂടി പറയാം. സയൻസ് ഓർ കൊമേഴ്സ് ഓർ ഹ്യൂമാനിറ്റീസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ ഇവിടെ പോപ്പപ്പ് ആയിട്ട് വരുന്നുണ്ടാവും, അപ്പോൾ നിങ്ങൾ അതും കാണാം. അതിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ അവസാനത്തെ അലക്സ് സർ പറഞ്ഞിട്ട് സബ്ജക്ട് കോമ്പിനേഷൻസ് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, ഏതെടുക്കണം എന്നും ആ കാര്യങ്ങളും പറഞ്ഞ വീഡിയോ ഉണ്ട്. അതും ചിലപ്പോൾ ഇവിടെ പോപ്പപ്പ് ആവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാം ഏത് കോഴ്സാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ജോലി എടുക്കണം എന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഉള്ളത്, അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ഇറക്കാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. കാരണം എന്താ, നമ്മൾ 10th കഴിഞ്ഞിട്ട് +1 +2 എടുക്കാവുന്ന സബ്ജക്ട് കോമ്പിനേഷൻ നിങ്ങളെ ലൈഫിന് തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കറക്റ്റ് ഡിസിഷൻ തന്നെ എടുക്കട്ടെ. നമ്മളെല്ലാ ഹെൽപ്പിനും ഉണ്ടാവും. അപ്പോൾ ഇതാ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മളിങ്ങനെ ഇതല്ലാണ്ട് കുറേ വീഡിയോസ് ഇറക്കും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.